പക്ഷെ ഡൽഹിയിൽ ഒരു 1-2 സീറ്റിൽ ഒരു ചെറിയ മറ്റേ കടുത്ത മത്സരമോ ചിലപ്പോൾ ഒരു തോൽവിയോ BJPക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ വന്നാലും 25 സീറ്റിലാണ് BJPക്ക് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു 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 സെറ്റ് ബാക്ക് കിട്ടാൻ സാധ്യതയുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ 25 സീറ്റ് BJP ഇത്രയും സംസ്ഥാനങ്ങളിൽ കുറയുന്ന അവസരത്തിൽ കേരളത്തിൽ നിന്ന് 1-2 സീറ്റ് വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. അത് പറയുമ്പോൾ ഒരു പക്ഷെ കേരളത്തിലെ മറ്റേ മാധ്യമങ്ങൾ അത് അംഗീകരിക്കാൻ സാധ്യതയില്ല. പക്ഷെ എൻ്റെ കണക്കിൽ തൃശ്ശൂരും തിരുവനന്തപുരവും പത്തനംതിട്ടയും ഞാൻ വലിയ സാധ്യതകൾ കാണുന്ന 3 മണ്ഡലങ്ങളാണ്. അതിൽ 1-2 സീറ്റിൽ ജയിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റേ തമിഴ്നാട്ടില് രാമനാഥപുരത്ത് മത്സരിക്കുന്ന O പനീർസെൽവം, അതുപോലെ TTV ദിനകരൻ, ദെൻ നമ്മളുടെ അണ്ണാമലൈ, കോയമ്പത്തൂരിൽ മത്സരിക്കുന്ന അണ്ണാമലൈ, തിരുപ്പൂരിൽ മത്സരിക്കുന്ന AIDMKയുടെ സ്ഥാനാർത്ഥി, അങ്ങനെ 5-6 സീറ്റ് BJPക്കും AIDMKക്കും കൂടിയിട്ട് തമിഴ്നാട്ടിൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അപ്പോൾ ഒരു 4 സീറ്റ് തമിഴ്നാട്ടിൽ നിന്നും 2 സീറ്റ് കേരളത്തിൽ നിന്നും, അങ്ങനെ 6 സീറ്റ്. ഈ ഒറീസ അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ്, ഈ 2 സംസ്ഥാനങ്ങളും ആര് ജയിച്ചാലും അത് BJPയുടെ എണ്ണത്തിൽ കൂട്ടാവുന്ന സീറ്റുകളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ ഒറീസയിലെ ഒരു ഘട്ടത്തിൽ സഖ്യത്തിന്റെ ചർച്ചകൾ ഫൈനൽ സ്റ്റേജിൽ വന്നതാണ്. BJDയും അതുപോലെ തന്നെ BJPയും സഖ്യകക്ഷികളായിട്ട് അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറായതാണ്. പക്ഷേ മറ്റേ ഒരു കേന്ദ്രം ഭരിക്കുന്ന BJPയും മറ്റേ സ്റ്റേറ്റ് ഭരിക്കുന്ന BJDയും ഒന്നായി കഴിഞ്ഞാൽ, ഒരു ആന്റി ഇൻകംബൻസിയുടെ ഏതെങ്കിലും ഒരു എലിമെന്റ് വർക്കൗട്ട് ആയാൽ അവിടെ നിലംപരിശായിട്ട് കിടക്കുന്ന കോൺഗ്രസിന് അതൊരു പുതുജീവൻ നൽകും. ജയിക്കും, ഭരിക്കും, എണ്ണം കൂട്ടും എന്നുള്ളതൊന്നുമല്ല, പക്ഷെ അവർക്ക് മറ്റേ വോട്ടുകളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകും. അപ്പോ BJPയും BJDയും ഒന്നായി കഴിയുമ്പോൾ അവരുടെ വിരുദ്ധമായിട്ടുള്ള വോട്ടുകളൊക്കെ തന്നെ കോൺഗ്രസ്, വേറെ ആൾക്കാരില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിലേക്ക് ഏകീകരിക്കപ്പെടുകയും അത് ഈ ഇലക്ഷന്റെ റിസൾട്ടിനെ സാരമായി ബാധിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവസാന നിമിഷത്തിൽ ആ സഖ്യം വേർപിരിഞ്ഞത്. ഈ സഖ്യം വേർപിരിഞ്ഞു എന്ന് പറഞ്ഞാൽ BJDക്ക് BJPയുമായിട്ട് ശത്രുത ജനിച്ചു എന്നൊന്നും അർത്ഥമില്ല. അപ്പൊ അവര് അതൊരു ഇലക്ഷന്റെ ബേസിസിൽ അത്തരത്തിലുള്ള ഒരു സഖ്യം വിഘടിച്ച് നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അവിടെ 21 സീറ്റിൽ BJP 21 ജയിച്ചാലും അല്ലെങ്കിൽ BJD 21 ജയിച്ചാലും ഈ രണ്ടും BJPയുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്, NDAയിലേക്ക് കൂട്ടാവുന്നതാണ്. പിന്നെ ബിജു ജനതാദൾ BJPയുടെ പഴയകാല സഖ്യകക്ഷിയാണ്, ഇപ്പോഴൊന്നുമല്ല. വാജ്പേയി ഭരിക്കുന്ന കാലത്ത് തന്നെ BJPയുടെ NDAയുടെ ഭാഗമായിട്ടുള്ള സഖ്യകക്ഷിയാണ്. അവരൊരിക്കലും കോൺഗ്രസിന്റെ ഭാഗത്തേക്ക് പോകാനുള്ള സാധ്യതയില്ല. പാർലമെന്റില് വലിയ ബില്ലുകളൊക്കെ അവതരിപ്പിച്ച സമയത്ത് രാജ്യസഭയിലായാലും ലോക്സഭയിലായാലും ഒരു മൗന സപ്പോർട്ട് എന്നും BJPക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നോക്കിയാൽ കാണാം. മറ്റൊരു സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. 25 സീറ്റുള്ള സംസ്ഥാനമാണ്. 25 സീറ്റുള്ള സംസ്ഥാനത്ത് YSR കോൺഗ്രസും BJP, അതുപോലെ തന്നെ തെലുങ്ക് ദേശം പാർട്ടി, മറ്റേ സ്റ്റാറിന്റെ പേരെന്താ, പവൻകുമാറോ, ഞാൻ പേര് ഓർക്കുന്നില്ല, ജനഗണമന പാർട്ടിയോ അങ്ങനെ എന്തോണോ അവരുടെ പേര്. അപ്പൊ ആ പാർട്ടിയും കൂടിയിട്ടാണ് അവര് മത്സരിക്കുന്നത്. സോറി, പവൻ കല്യാൺ, യെസ്. പവൻ കല്യാണിന്റെ പാർട്ടിയും കൂടിയിട്ടാണ് മത്സരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 25 സീറ്റില് എത്ര സീറ്റ് BJP ജയിച്ചാലും വിരോധമില്ല, 25ഉം NDAക്ക് ഉള്ളതാണ്. കാരണം അവിടെ മുഖ്യ പ്രതിപക്ഷം അല്ലെങ്കിൽ ഇപ്പോ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ളത് കോൺഗ്രസ് ആണ്. തെലങ്കാന ഓൾറെഡി കോൺഗ്രസ് മറ്റേ രാജശേഖര റാവുവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു കഴിഞ്ഞു. അപ്പൊ ഇത് ആവർത്തിക്കാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. പണ്ട് 42 MP സ്ഥിരമായിട്ട് ലോക്സഭയിലേക്ക് കോൺഗ്രസിന് വേണ്ടിയിട്ട് പറഞ്ഞയച്ചുകൊണ്ടിരുന്നിരുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അതായത് കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം നിങ്ങൾക്ക് ഒരു 90കളുടെ പകുതി വരെ പറയാമായിരുന്നു അത് ആന്ധ്രാപ്രദേശ് ആയിരുന്നു. ഇപ്പൊ PV നരസിംഹറാവുവിനെ പോലെയുള്ള സമുന്നതരായിട്ടുള്ള നേതാക്കന്മാര് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അപ്പൊ ഈ ആന്ധ്രാപ്രദേശ് പിന്നീട് കോൺഗ്രസിന് വലിയ ശക്തി ക്ഷയം ഉണ്ടായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. അത് വിഘടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ചന്ദ്രബാബു നായിഡുവും അതുപോലെ തന്നെ TRSഉം അധികാരത്തിൽ വരുന്നത് നമ്മൾ കണ്ടു.
അപ്പോ തെലങ്കാനയിൽ എന്നിരുന്നാലും കോൺഗ്രസിന് വലിയ മാസ് ബേസ് ഉള്ള സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരുപാട് മറ്റേ പാർട്ടി പ്രവർത്തകരുള്ള സംസ്ഥാനമാണ്. അപ്പോൾ ആ ഒരു ബേസ് അവിടെ ഉള്ളത് കൊണ്ടാണ് ഒരു പക്ഷെ ഇപ്പോൾ TRSനെ തോൽപ്പിച്ചുകൊണ്ട് മറ്റേ തെലങ്കാനയിൽ അധികാരം പിടിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുള്ളത്. അത് ആന്ധ്രാപ്രദേശിലും കോൺഗ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് YSRന്റെ മകളായിട്ടുള്ള ശർമിളയെ അവിടെ കോൺഗ്രസിന്റെ അധ്യക്ഷയായിട്ട്, ഈ ജഗ്മോഹൻ റെഡ്ഡിയുടെ സഹോദരി കൂടിയാണ് അവരിപ്പോ കടപ്പയിൽ നിന്ന്, YSRന്റെ കുത്തക മണ്ഡലമായിരുന്നു കടപ്പയിൽ നിന്നാണ് മത്സരിക്കുന്നത്. അപ്പോ അവിടെ ഒബിയസ്ലി കോൺഗ്രസിന് ഒരു ചെറിയ ഹോപ്പ് കൊടുത്താൽ, അല്ലെങ്കിൽ സൂചി കുത്താൻ ഒരു ഇടം കൊടുത്താൽ ഉറപ്പായിട്ടും അത് ജഗ്മോഹൻ റെഡ്ഡിക്ക് പാരയായി ഭാവിയിൽ വരും എന്നുള്ളത് അയാൾക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ അയാളും സിസ്റ്ററും തമ്മിൽ വളരെ നല്ല ടേംസിലല്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അവിടെ കോൺഗ്രസുമായിട്ട് അദ്ദേഹം കൈകോർക്കാനായിട്ട് യാതൊരു സാധ്യതയുമില്ല. അദ്ദേഹം തുറന്നു പറഞ്ഞു കഴിഞ്ഞു, ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയക്കാരെയും പരീക്ഷിച്ചിട്ട് ജയിച്ചില്ലെങ്കിൽ മാത്രമേ രാഹുൽ ഗാന്ധി ഉള്ളൂ എന്നുള്ളത്. അതായത് ഏറ്റവും ലാസ്റ്റ് ചോയ്സ് ആണ് അദ്ദേഹത്തെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി. ഇപ്പൊ അദ്ദേഹം മോഡിയുമായിട്ട് വളരെ അടുപ്പം സൂക്ഷിക്കുന്ന ഒരു നേതാവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ 25 നമുക്ക് NDAയുടെ കൗണ്ടിൽ കൂട്ടാവുന്നതാണ്. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു 25ന്റെ ഫോള് ഇനി ഉണ്ടാവുകയാണ് എങ്കിൽ നോർത്ത് ഇന്ത്യയിൽ, ഇപ്പോ മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെയുള്ള കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഒരു സെറ്റ് ബാക്ക് ഉണ്ടായാൽ തന്നെ ആ 25 മേക്കപ്പ് ചെയ്യാൻ ആന്ധ്രാപ്രദേശ് മാത്രം മതിയാവും BJPക്ക് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ BJPക്ക് നിലവിൽ MP മാരില്ല. അപ്പോൾ ഇനി 1, 2, 5 MP വന്നാലും വന്നില്ലെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തില് അല്ലെങ്കിൽ ആവശ്യം വരുന്ന മുറയ്ക്ക് ജഗ്മോഹൻ BJPയെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. 21 നിങ്ങൾക്ക് ഒറീസയിൽ നിന്ന് കൂട്ടാം. 8 ഇപ്പോൾ നിലവിൽ BJPയുടെ കൗണ്ട്. അപ്പൊ അവിടുന്ന് 13 സീറ്റ് എങ്ങനെയായാലും BJPക്ക് ആഡ് ഓൺ ചെയ്യാനുണ്ട്. അത് കൂടാതെ കേരളം, തെലങ്കാന എനിക്ക് തോന്നുന്നത് 10 സീറ്റ് വരെ കിട്ടിയാലും അത്ഭുതപ്പെടാനില്ല BJPക്ക് എന്നുള്ളതാണ് ഒരു ഗ്രൗണ്ട് റിപ്പോർട്ടൊക്കെ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ കേരളത്തിൽ നിന്നുള്ള 1, 2, തമിഴ്നാട്ടിൽ നിന്നുള്ള 2, 3, തെലങ്കാനയിൽ നിന്നുള്ള ഒരു 5 വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 10 സീറ്റ് ആ വകുപ്പിൽ BJPക്ക് കിട്ടാനുണ്ട്. ദെൻ 13 സീറ്റ് ഒറീസയിൽ നിന്നും 25 സീറ്റ് ആന്ധ്രയിൽ നിന്നും കിട്ടുന്ന മുറയ്ക്ക് ഒരു 10, 13, 23, 25, 48, 50 സീറ്റിന്റെ എണ്ണം BJPക്ക് വർദ്ധിപ്പിക്കാൻ പ്രയാസം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതുകൂടാതെ ബംഗാളിൽ 18 ഇപ്പോഴത്തെ കൗണ്ട്. അതായത് സർപ്രൈസ് ആയിട്ട് ബംഗാളിൽ ഒന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും BJP 30-ലധികം സീറ്റ് ബംഗാളിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. 13 സീറ്റ് ഒഴികെ 29 സീറ്റ് BJPക്ക് വിജയസാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് 32 വരേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി 25 കൂട്ടിയാലും BJPയെ സംബന്ധിച്ച് 18-ൽ നിന്നുള്ള 7 എണ്ണം അവിടെയും വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോ ഇപ്പോ ഇവിടത്തെ ദൃശ്യപത്ര മാധ്യമങ്ങൾ പറയുന്നത് പോലെ, രാഹുൽ ഗാന്ധി പറയുന്ന കണക്കല്ല കേട്ടോ, രാഹുൽ ഗാന്ധി UPയിൽ 79 സീറ്റ് ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നാണ് അദ്ദേഹം ആശിക്കുന്നത്. അപ്പൊ ആ ഒരു കണക്കല്ല ഞാൻ പറയുന്നത്. അല്ലാത്ത ബീഹാറിലും രാജസ്ഥാനിലും അതുപോലെ തന്നെയുള്ള മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ 5, 6 സീറ്റിന്റെ എണ്ണം വെച്ച് കുറയുകയാണെങ്കിൽ ഒരു അത്തരത്തിൽ കുറവ് വരുന്ന 25 സീറ്റ് മേക്കപ്പ് ചെയ്യാൻ BJPക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസവും ഉണ്ടാകില്ല എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടല്.